നമസ്കാരം. 2017 ഏപ്രിൽ 14 തൊട്ട് 2018 ഏപ്രിൽ 13 വരെയുള്ള ഒരു വർഷത്തെ വിഷു ഫലമാണ് നമ്മൾ ഇവിടുന്ന് പറയുന്നത്. 1192 ആണ്ട് മേടമാസം 1 തീയതി മുതൽ 1193 ആണ്ട് മീനം 30 വരെയുള്ള 12 രാശിക്കാരുടെ ഫലത്തിൻ്റെ ചില സൂചനകളാണ് നമ്മൾ ഇന്നിവിടെ നൽകുന്നത്. ആ സൂചനകളെ ആസ്പദമാക്കി മുന്നോട്ട് പോയാൽ, ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള വിജയമുണ്ടാകും എന്നുള്ളത് നൂറ്റാണ്ടുകളായിട്ട് അനുഭവം ഉള്ള ഒരു കാര്യമാണ്. ആസ്പദമാക്കി ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവില്ല. അത് ഒരു ഡയഗ്നോസ്റ്റിക് ടൂള് പോലെ നമ്മൾ ജ്യോതിഷത്തിനെ കാണണം. അത് കണ്ടിട്ട് പറയുന്ന നമ്മുടെ പരിഹാരങ്ങളുണ്ടല്ലോ, നമ്മുടെ ദുരിതങ്ങൾ നിർണ്ണയിച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പറയുന്ന പരിഹാരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ യഥാവിധിയായിട്ട് അനുഷ്ഠിക്കുകയും അതോടൊപ്പം നല്ല ശക്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും നന്നായിട്ട് നമ്മുടെ ഗോളും പാഷനും ഒക്കെ നമ്മൾ തിരിച്ചറിയുകയും ജീവിതത്തിൽ നല്ല ഫോക്കസ്ഡ് ആവുകയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സക്സസ് ആയി മാറും. അപ്പം നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ചേരുന്ന മേടം രാശി. മേടം രാശിക്കാർക്ക് ഈ വർഷം വളരെ പ്രയോജനകരമാക്കേണ്ട ഒരു വർഷമാണ്. കാരണം ഈ വർഷത്തെ വിഷുവിന് ശേഷം ചിങ്ങമാസം വരെയുള്ള ഒരു സമയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനിയുടെ അഷ്ടമശനിയുടെ ഒക്കെ ഒരു ദുരിതം കുറച്ചൊന്ന് മുന്നോട്ട് വരുമെങ്കിൽ പോലും ചിങ്ങമാസത്തിന് ശേഷം വൻ വിജയങ്ങൾ കൊയ്യാനുള്ള ഒരു സമയമാണ്. ചിങ്ങമാസത്തിന് ശേഷം പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ള വർഷമാണ് ഈ വർഷം. പിന്നെ പുതിയതായിട്ട് വീടുകൾ വെക്കുന്നവർക്ക്, പുതിയതായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്, കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളിൽ ഉയർച്ച ഉണ്ടാവാനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുതിയ വാഹനങ്ങളൊക്കെ വീട്ടിൽ വന്നു ചേരും. അതുപോലെ തന്നെ ദൂരദേശങ്ങളിലേക്ക് യാത്രയ്ക്ക് ഒക്കെ പോകാനിരിക്കുന്നവർക്കും ഈ ചിങ്ങമാസത്തിന് ശേഷം അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും. തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകാൻ ചിങ്ങമാസത്തിന് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അവർ കുറേ കാലമായിട്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, കാശി പോകണം, അല്ലെങ്കിൽ അതുപോലുള്ള മെഡിറ്റേഷൻ സെൻറ്ററുകളിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ ചിങ്ങമാസത്തിന് ശേഷം വളരെ നല്ലൊരു സമയമാണ്. ജോലിയിലൊക്കെ കുറേ കാലമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ ജോലി പോവുകയും ഒക്കെ ചെയ്തിട്ട് പുതിയ ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തിരുന്ന മേടൻ രാശിക്കാർക്ക് ഈ ഒരു തുടക്കഭാഗം നന്നായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുതിയ ജോലികൾ കിട്ടും. ആ ജോലി നിങ്ങളുടെ ജീവിത വിജയത്തിന് ഉതകുന്നതും ആവും. പൊതുവില് മേടൻ രാശിക്കാർ കഫ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കഫക്കെട്ടുണ്ടാകുക, നെഞ്ചത്ത് നീർക്കെട്ടുണ്ടാകുക, അതുപോലെ തന്നെ ഈ നമ്മുടെ അതുപോലുള്ള അസുഖങ്ങളുണ്ടല്ലോ, കുരുക്കളൊക്കെ ശരീരത്തിൽ വരിക, അതൊക്കെ വന്ന് പൊട്ടുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഡോക്ടറെ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. സ്വന്തമായിട്ട് ഡോക്ടറാവാൻ ശ്രമിക്കരുത്. നന്നായി മരുന്നൊക്കെ കഴിച്ച് അത് മാറ്റിയെടുക്കുക. കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുക. എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ജീവിതത്തിൽ, ശാരീരികമായിട്ടൊരു ഉണർവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ മേടൻ രാശിക്കാർക്ക് ഈ വർഷം ഈശ്വരോപാസനയായിട്ട് ഉറപ്പായിട്ടും അവർ നിരന്തരമായിട്ട് ചെയ്തിരിക്കേണ്ടത് ഭഗവതി പ്രാർത്ഥനയാണ്. ഭഗവതിയെ ആശ്രയിക്കുക. ലളിതാ സഹസ്രനാമമോ നാരായണി സ്തുതിയോ സപ്തശ്ലോകിയോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഏതെങ്കിലും ഭഗവതിയുടെ കീർത്തനങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ജപിക്കുക. അതുകൂടാതെ വ്യാഴം ഇച്ചിരി ഗുണമല്ലാതെയാണ് മേടൻ രാശിക്കാർക്ക് ചിങ്ങമാസം വരദിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നാരായണ സ്വാമിയെ ആശ്രയിക്കുക. വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക. നമുക്ക് ശക്തിക്കൊത്ത വഴിപാട് എന്തെങ്കിലും കഴിക്കുക. ഭഗവാന് പാൽപ്പായസമോ തുളസിമാലയോ നെയ്വിളക്കോ എന്തെങ്കിലും കദളിപ്പിണി നിവേദ്യമോ ഒക്കെ കഴിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ, നിർബന്ധിക്കുന്നില്ല. അവരവരുടെ കഴിവിനനുസരിച്ചുള്ളവർ നല്ല രീതിയിൽ കൊടുക്കുക, ഇല്ലാത്തവർ അവരുടേതായ കഴിവിനനുസരിച്ച് ചെയ്യുക. കൂട്ടത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ വെറുതെ ഇരിക്കുക. മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഈ വർഷം
കുറേ വർഷങ്ങൾക്ക് ശേഷം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദക്കാർക്ക് ഉണ്ടാവുന്ന ഒരു നല്ല സമയമാണ്. അതാ നന്നായി ഉപയോഗിക്കുക. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ജാതകത്തിലും നല്ല സമയവും ഗോചരത്തിലെ നല്ല സമയവും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നല്ലൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. ജാതകത്തിൽ മോശമായ സമയമാണെങ്കിൽ അതിനുള്ള ദശാകാല പരിഹാരങ്ങളും കൂടി ചെയ്ത് ജീവിതം വിജയിപ്പിച്ചെടുക്കുക. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ രോഹിണി, മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങളും കൂടി ചേരുന്ന ഇടവൻ രാശി. ഇടവക്കൂറുകാർക്ക് ഈ വർഷം പൊതുവിൽ കുറച്ചൊക്കെ നല്ല സമയം ഉണ്ടാവുമെങ്കിൽ പോലും ഒരു മിശ്ര ഫലമായിട്ടാണ് ഈ വർഷത്തിലെ ഫലം സൂചിപ്പിക്കുന്നത്. അതായത് ആദ്യത്തെ ചിങ്ങമാസം വരെയുള്ള സമയത്ത് വളരെ നന്നായിട്ട് ഈശ്വരപ്രീതി വരുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇത്. പ്രത്യേകിച്ച് വിവാഹം വൈകല്, പെര ഒക്കെ വെക്കാൻ തുടങ്ങി, അതായത് വീടൊക്കെ വെക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ചാൽ അത് നടക്കാതിരിക്കുക. അങ്ങനെ മൊത്തത്തിൽ ഒരു തടസ്സവും ഒരു എഴച്ചിലും ഒക്കെ ആയിരിക്കും പൊതുവിലും ഇടവക്കൂറുകാർക്ക്. അപ്പോൾ അതൊന്ന് മാറി ഒന്ന് നല്ല രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശാസ്താവിനെ നന്നായിട്ട് ആശ്രയിക്കുക. അതിന് ഭഗവാന് ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ എപ്പോഴെങ്കിലും ഭഗവാൻ എള്ളുപായസം, നീരാഞ്ജനം ഒക്കെ നടത്തുക. നീല നിറമുള്ള പുഷ്പം, ശംഖുപുഷ്പത്തിൻ്റെ ഒക്കെ, നീലശംഖുപുഷ്പത്തിൻ്റെ ഒക്കെ മാല ഭഗവാന് ചാർത്തുക. പിന്നെ എള്ളെണ്ണ കൊണ്ട് ഭഗവാന് വിളക്ക് കത്തിക്കുക. ഇതൊക്കെ ശാസ്താവിന് വളരെ പ്രീതികരമാണ്. അതുപോലെ തന്നെ ശാസ്ത്രക്ഷേത്രങ്ങളിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക, കുറേ നേരം മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ചിങ്ങമാസത്തിന് ശേഷം വ്യാഴപ്പകർച്ചയും കൂടി ഉള്ളതിനാൽ വിഷ്ണുപ്രീതി നന്നായിട്ട് വരുത്തുക. വിഷ്ണുപ്രീതി വരുത്തി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു നല്ലൊരു സുഖം, ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുകളെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു കാര്യവും കൂടിയാവും. ജാതകം കൂടി ഒന്ന് പരിശോധിപ്പിക്കണം. കാരണം ജാതകത്തിൽ മോശമായ കാലഘട്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി വരുമ്പോഴത്തേക്കും ജാതകത്തിലും ദശാസന്ധിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ വലിയ ദുരിതങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടത്? അപ്പോൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ടെൻഷൻ അടിക്കാൻ വേണ്ടിയുമല്ല ഈ പറയുന്നത്. അപ്പം തന്നെക്കാൾ താഴ്ന്നവരോടൊക്കെ കുറച്ചൊന്ന് ബഹുമാനത്തോടു കൂടി പെരുമാറുക. വാക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇത്രയൊക്കെയാണ് ഇടവൻ രാശിക്കാർക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇടവൻ രാശിക്കാർക്ക് പൊതുവിൽ ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാന്റെ സ്തോത്രങ്ങൾ ജപിക്കുക, മഹാലക്ഷ്മി സ്തുതി ജപിക്കുക. വീടിനടുത്തൊക്കെ യക്ഷി പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് പൊതുവിൽ ഇടവൻ രാശിക്കാർ പൊതുവിൽ ചെയ്തിരിക്കേണ്ടത്. അതുകൊണ്ട് ശാസ്താവിൻ്റെ പ്രീതിയും വിഷ്ണു പ്രീതിയും വരുത്തുക. കുറച്ചൊന്ന് ഈശ്വരോപാസനയും മെഡിറ്റേഷനും ഒക്കെ കുറച്ച് കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ചെയ്യുക. അപ്പം മടിയും അലസതയൊക്കെ ഒന്ന് മാറി ഒരു നല്ല ഉണർച്ചയൊക്കെ ഉണ്ടായി ജീവിതത്തിൽ ഒരു നല്ല വിജയം ഉണ്ടാവാനത് കാരണമാകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഥുനൻ രാശിക്കാർക്ക് ഈ വർഷം കുറച്ച് മിശ്ര ഫലമായിട്ടാണ് കാണുന്നത്. വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത്, അതായത് ചിങ്ങമാസത്തിന് മുമ്പ് വരെയുള്ള സമയത്ത് കുറച്ചൊരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊന്ന് മാറി ചിങ്ങമാസത്തിന് ശേഷം ഗുണമായിട്ട് വരും. പ്രത്യേകിച്ച് മിഥുനൻ രാശിക്കാർ ഈ വർഷം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കൂട്ടുകച്ചവടത്തിലൊക്കെ പോകുന്ന സമയത്തോ ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടനില നിൽക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുന്നത് ദുരിതത്തിന് കാരണമാകും. പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ
വളരെ സൂക്ഷിച്ച് ചെയ്യണം. അതൊക്കെ ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റാതെ വരും. അതുകൊണ്ടൊന്ന് സൂക്ഷ്മതയോടുകൂടി അത് ചെയ്യുക. പൊതുവിൽ ദാമ്പത്യ വിഷയങ്ങളൊക്കെ വീട്ടിലൊക്കെ കുറച്ചൊന്ന് നന്നായിട്ട് ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ മിഥുന രാശിക്കാരായിട്ടുള്ളവർ കുറച്ചൊക്കെ ഒന്ന് സമീപനം പാലിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അതൊക്കെ കുറച്ചൊന്ന് സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിങ്ങമാസത്തിന് ശേഷം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഒന്ന് ജാതകം കൂടി അനുകൂലമാണെങ്കിൽ ചിങ്ങമാസത്തിന് ശേഷം വളരെ നല്ലതാണ്. രോഗാദി ദുരിതങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മടിയും കുറച്ച് അലസതയും കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 7-ലെ കണ്ടകശനിയും കൂടി ആയതുകൊണ്ട് ശനീശ്വര ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. ശനീശ്വര പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ശനീശ്വരന് അഷ്ടോത്തരം ജപിച്ച് അർച്ചന കഴിപ്പിക്കുക. ഇതൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവന് ധാര നടത്തുന്നതും വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ രാഹുവും കൂടി ഈ മിഥുനൻ രാശിക്കാർക്ക് ഈ വർഷം ഒരു പകർച്ചയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സർപ്പപ്രീതിയും കൂടി മിഥുനൻ രാശിക്കാർ ചെയ്യുക. സർപ്പക്കാവുകളൊക്കെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി വിളക്ക് കത്തിക്കുക. ഭഗവാന്റെ അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി അവിടെ വിളക്കൊക്കെ കത്തിക്കുക. സർപ്പക്ഷേത്രങ്ങൾ മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാട് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി തൊഴുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മിഥുനൻ രാശിക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായ ഒരു സമയമാണ്. എന്തായാലും തന്നെ ഈ വർഷം ഒരു സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് ഒരു 100 പാലും കഴിപ്പിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. അതുകൊണ്ട് അതൊക്കെ ചെയ്തോളുക. എല്ലാം ശക്തിക്കൊത്ത് ചെയ്താൽ മതി. നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക. ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ മാറി ഒരു നല്ല രീതിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. നമ്മുടെ ചിന്തകൾ മാറും. നമ്മുടെ തോട്ട്സ് മാറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതിന് ശക്തമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം വേണം. അതുകൊണ്ട് അത് ചെയ്തോളുക. നമസ്കാരം. പുണർദത്തിന്റെ അവസാന പാദം പൂയം, ആയില്യം എന്നിവ ചേരുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം വളരെ നല്ല അനുകൂലമായ സമയമാണ്. ജോലി, പുതിയ വീട് വെക്കുക, വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കും. അതുപോലെ തന്നെ ധനം ഒക്കെ വന്നു ചേരാൻ കുറച്ചു കാലമായിട്ട് മുടങ്ങിയൊക്കെ കിടന്നിരുന്ന ധനങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഒരു മഹാഭാഗ്യം കർക്കിടകക്കൂറുകാർക്കുണ്ട്. അതുപോലെ തന്നെ ഉണ്ട്. അതേസമയത്ത് ദാമ്പത്യ വിഷയങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക. ദാമ്പത്യ വിഷയത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രായമായിരിക്കുന്ന ബന്ധുക്കളൊക്കെ നമ്മളെ വിട്ടു പോകുമ്പോൾ ഉണ്ടാവാമെന്ന ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, അതായത് ഒരു കുറച്ച് വേദന, ആരെങ്കിലും ഒരുപാട് പ്രായമായിരിക്കുന്ന ബന്ധുക്കളൊക്കെ മരിക്കാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ട്. അതുവഴി നമുക്കൊരു മനോവേദനയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം കൂട്ടത്തിൽ ശരിക്കും കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. കഴിഞ്ഞ ഒരു കുംഭം മീനമാസം മുതൽ തന്നെ അതിൻ്റെ ഒരു ഇത് നമ്മുടെ ജീവിതത്തിൽ കാണും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് ജാതകം കൂടി അനുകൂലമായിട്ടുള്ള ഒരു സമയമാണെങ്കിൽ വളരെ ഗുണം ഉണ്ടാവും. കർക്കിടകക്കൂറുകാർ അവരുടെ ജീവിത വിജയത്തിനും മനസമാധാനത്തിനും വേണ്ടിയിട്ട് ഭഗവതിയെ ആശ്രയിക്കണം. അതുപോലെ തന്നെ ധനങ്ങളും സമ്പത്തും ഒക്കെ വന്നു ചേരാൻ വേണ്ടി പിതൃപ്രീതി വരുത്തുക, പിതൃക്കൾക്ക് ബലിയിടുക, അതൊക്കെ ചെയ്യുക. വ്യാഴം അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് വിഷ്ണു പ്രീതി വരുത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അല്ലെങ്കിൽ വിഷ്ണു അഷ്ടോത്തര ശതം ജപിക്കുക, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, ഭഗവാന്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കുക, ഇതൊക്കെ ചെയ്യുക. കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക അവിടെ ഇരുന്ന്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും. പൊതുവിൽ ഈ വർഷം ഒരു വലിയ ഗുണം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വർഷവും കൂടിയാണ് കർക്കിടകക്കൂറുകാർ. അതുകൊണ്ട് നന്നായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ഈ വർഷം നന്നായിട്ട് ശ്രമിച്ചാൽ ഗുണമായിട്ട് വരേണ്ട ഒരു വർഷമാണ്.
മകം, പൂരം, ഉത്തരത്തിന്റെ ആദ്യ പാദം ചേരുന്ന ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന നാളിലെ കണ്ടകന്റെ ബുദ്ധിമുട്ടും മാനസിക സമ്മർദ്ദവും ഒരു അസ്വസ്ഥതയും സുഖമില്ലായ്മയും കടവും അല്ലെങ്കിൽ ജോലി പോയിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്കൊക്കെ ജോലി കിട്ടാനും അതൊക്കെ പുതിയ വിദ്യകൾ വന്നു ചേരാനും ഒക്കെ വളരെ അനുകൂലമായ ഒരു വർഷമാണ്. ജാതകം കൂടി ഒന്ന് പരിശോധിച്ചോളുക. കാരണം ഏതെങ്കിലും തരത്തിലെ ദശാസന്ധിയോ ഏതെങ്കിലും മാരകന്മാരുടെ ദശയോ അപഹാരമോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും കൂടി ജാതകം നോക്കി ഉത്തമനായിട്ടുള്ള ജ്യോതിഷനെ കണ്ട് ചെയ്തുകൊള്ളുക. അതുപോലെ തന്നെ പുതിയ ഈശ്വരീയമായ വിഷയങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നന്നായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉത്തമനായിട്ടുള്ള ഗുരുവിൽ നിന്നും അത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കാനും പറ്റും. പൊതുവിൽ ചിങ്ങൻ രാശിക്കാരെ നല്ല ഗുരുത്വത്തോടു കൂടി പെരുമാറുക. തന്നെക്കാളിൽ പ്രായമുള്ളവരോ ഗുരുതുല്യരായിട്ടുള്ളവരോടൊക്കെ കുറച്ച് ബഹുമാനത്തോടു കൂടി പെരുമാറുക. പൊതുവിൽ ഈ വർഷം ധനം, സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ, വസ്തുക്കൾ ഇതൊക്കെ സ്വന്തം പേരിലൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഈ രാശിക്കാര്, ചിങ്ങൻ രാശിക്കാര് ശ്രീപരമേശ്വരനെ ആശ്രയിക്കണം. ശ്രീപരമേശ്വരന്റെ എന്തെങ്കിലും സ്തോത്രങ്ങളോ സഹസ്രനാമങ്ങളോ ഒക്കെ നിത്യേന പാരായണം ചെയ്യണം. അതോടൊപ്പം ഈ വർഷം രാഹുപ്രീതി വരുത്തുക. സന്താന സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും മാനസിക അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പം കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ കാരണം മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കമിതാക്കൾക്കൊക്കെ പ്രണയപരാജയത്തിനും ഒരു കാരണമാകും. അതുപോലെ തന്നെ അങ്ങനെ പ്രണയം, വിവാഹമൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ ഒന്ന് ഡിലേ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ പരിഹാരമായിട്ട് ശാസ്താവിനെ ആശ്രയിക്കുക, ഭഗവാന് ഹനുമാൻ ചാലീസ ജപിക്കുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് ശനീശ്വരൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് വളരെ ഭംഗിയായിട്ടുള്ള ഈശ്വരോപാസന ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ചിങ്ങക്കൂറുകാർക്ക് ഈ കൊല്ലം വളരെ അനുകൂലമാക്കി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ്ഡ് ആകുക, നന്നായിട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അപ്പം എല്ലാ നന്മകളും വന്നു ചേർന്നോളും. മീനാക്ഷി പ്രണതോസ്മി സന്തതം. ഉത്തരം മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ പാദം ചേരുന്ന കന്നിരാശി. കന്നിക്കൂറുകാർക്ക് ഈ വർഷം ഒരു ഇച്ചിരി മിശ്ര ഫലമാണ്. കാരണം ജന്മവ്യാഴവും 4-ലെ ശനിയും ഒക്കെ ആയിട്ട് കുറച്ചൊരു എന്താ പറയുക, ഒരു അസ്വസ്ഥതകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ, വീട്ടിലൊരു സമാധാനമില്ലായ്മ, മനസ്സിനൊരു അസ്വസ്ഥത, വാഹന സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ, പുതിയതായിട്ട് വാഹന സംബന്ധമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോവുക, ഇങ്ങനെയൊക്കെ എല്ലാത്തിനും ഒരു ഡിലേയും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത. കർമ്മ മേഖലയിലും കുറച്ച് ബുദ്ധിമുട്ടുകളും, ഭാഗ്യം കുറച്ച് കുറയും, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ചിങ്ങമാസം വരെ. അതുകൊണ്ട് വിഷ്ണു ഭഗവാനെ, നാരായണ സ്വാമിയെ പോയി നിത്യേന തൊഴുക. അവിടെ പോയി കുറച്ചു നേരം ഇരിക്കുക. ഭഗവാന് പാൽപ്പായസം, വിളക്ക്, അതായത് നെയ് വിളക്ക്, അതുപോലെ തന്നെ തുളസിമാല എന്നിവ നടത്തി ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാര്യത്തിന് അത് ഗുണം ചെയ്യും. ഇപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, ശാരീരിക അസ്വസ്ഥത, പ്രത്യേകിച്ച് നല്ല തലവേദന, വിട്ടുമാറാത്ത തലവേദന, നെഞ്ചത്ത് വേദന, ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. സ്വന്തമായിട്ട് ചികിത്സിക്കാൻ നിൽക്കരുത്. ഈ വർഷം കുറച്ചൊരു അസ്വസ്ഥതകളുടെ ഒരു വർഷമാവാനാണ് സാധ്യത. പിന്നെ പൊതുവിൽ ജാതകം അനുകൂലമായിട്ടുള്ളവർക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ വരില്ല. ജാതകം അനുകൂലമായിട്ടുള്ളവർക്ക് ഈശ്വര പ്രീതിയും കൂടെ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കാലത്തിൻ്റെ ഒരു ദോഷം നമുക്ക് അനുഭവപ്പെടാതെ പോകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ, കുട്ടികളൊക്കെ കുറച്ചൊന്ന് പഠനത്തിലൊക്കെ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, കുറച്ച് കൂടുതലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അവർക്ക് വളരാൻ പറ്റൂ. അപ്പം അതൊക്കെ ചെയ്തൊന്ന് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പോവുക. പൊതുവിൽ കന്നിരാശിക്കാർ ബുധൻ്റെ പ്രീതി പൊതുവിൽ വരുത്തണം. എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെ
നന്നായിട്ട് ആശ്രയിക്കുക. ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതം, ശ്രീകൃഷ്ണ സഹസ്രനാമം, അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെ ശ്രീകൃഷ്ണ അഷ്ടകം, ഇതൊക്കെ ജപിക്കാം. വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ശേഷം ഭഗവാന് തുളസിമാല, പാൽപ്പായസം അല്ലെങ്കിൽ വിഷ്ണു പൂജ, നെയ്വിളക്ക് എന്നിവ നടത്തുക. ഗുരുക്കന്മാരോടൊക്കെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. പ്രായത്തിൽ മൂത്തവരോടും നല്ല ഗുരുസ്ഥാനീയരായവരോടും ഒക്കെ നല്ല ഗുരുത്വം കാത്തു സൂക്ഷിക്കുക. ശനിയുടെ ദോഷങ്ങളും പീഡകളും മാറ്റാൻ വേണ്ടിയിട്ട് ശബരിമല ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുക. സ്ത്രീകളായിട്ടുള്ളവരോട് പോകാൻ കഴിയാത്ത സ്ത്രീകളായിട്ടുള്ളവർ അടുത്തുള്ള ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ ശബരിമല പോകുന്നവർക്ക് തങ്ങളുടേതായ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് കൊടുത്തു വിടുക. എല്ലാം ശുഭമായിട്ട് വരും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഫ്രസ്ട്രേഷൻസ് ഒക്കെ മറ്റുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് ഒരു അസ്വസ്ഥത വീട്ടിലുണ്ടാക്കാതിരിക്കാൻ നോക്കുക. കാരണം വീട്ടിലൊരു അസ്വസ്ഥത ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട്. പൊതുവിൽ ഈ വർഷം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വർഷമാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഈശ്വര പ്രീതി വരുത്തുക. എല്ലാം വന്നു ചേർന്നു. നാദ ബ്രഹ്മമയീ പരാത്പരതരാം നാനാർത്ഥ തത്വാത്മികാം മീനാക്ഷീം പ്രണതോസ്മി. ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങൾ, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ ചേരുന്ന തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ട് വരേണ്ട ഒരു സമയമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കുറേ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ഏഴര ശനി കാലഘട്ടമായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട്, കടം, രോഗം, ഇങ്ങനെയൊക്കെ വന്നു ചേരും. ഇപ്പം ജാതകത്തിലും കൂടെ മോശമായിട്ടുള്ള സമയമായിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഒന്ന് സ്വസ്ഥമാവാൻ, ഒന്ന് റിലാക്സ് ആവാൻ ഈ വർഷം വളരെ അനുകൂലമായിരിക്കും. ചിങ്ങമാസത്തിന് ശേഷം ഉറപ്പായിട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ വരേണ്ടതാണ്. അപ്പം ഈശ്വരനെ നന്നായിട്ട് ആശ്രയിക്കുക. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർ കുറച്ചൊന്ന് നന്നായിട്ട് ശ്രമിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രമിച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. തുലാം രാശിക്കാർക്ക് ഈ വർഷം പൊതുവിൽ രോഗസംബന്ധമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വന്നു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൊടുന്ന മേഖലകളിലെല്ലാം ഒരു ഡിലേ. പിന്നെ വീട്ടിൽ ഭർത്താവുമായിട്ടൊക്കെ ചിലപ്പം, അല്ലെങ്കിൽ ഭാര്യയായിട്ടൊക്കെ ചിലപ്പോൾ ഒരു അസ്വസ്ഥതകൾക്കൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പോവാതിരിക്കുക. സന്താനങ്ങളുടെ പ്രവൃത്തി നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കുക, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ജാതകം കൂടി അനുകൂലമല്ലെങ്കിൽ. അപ്പം ചെയ്യേണ്ടതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വിഷ്ണു പ്രീതി വരുത്തുക, ഭഗവതിയെ നന്നായിട്ട് ആശ്രയിക്കുക, ഗണപതി ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. മാസത്തിൽ ഒരിക്കലും ഒരു ഗണപതി ഹോമം നടത്തുക വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ. അത് പറ്റാത്തവർക്ക് ഗണപതിയുടെ അഷ്ടോത്തര ശതമോ ഗണപതി അഷ്ടകങ്ങളോ എന്തെങ്കിലുമൊക്കെ ജീവിക്കുക. ഗണപതി ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. ആശ്രയിച്ചാൽ നമുക്ക് അനുഭവത്തിൽ ഉള്ളതാണ്, ആശ്രയിച്ചാൽ ഗുണമായിട്ട് വരും എന്നുള്ളത്. അതുപോലെ തന്നെ വിഷ്ണു പ്രീതി വരുത്തുക, വിഷ്ണു സഹസ്രനാമ ജപം ശീലിക്കുക. ഒട്ടും സമയമില്ലാത്ത ഒരു വ്യാഴാഴ്ചയെങ്കിലും ചെയ്യുക. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, പറ്റുമ്പോഴൊക്കെ പോയി തൊഴുക. ഭഗവാന് പാൽപ്പായസമോ മറ്റോ അവനവൻ്റെ ശക്തിക്കൊത്ത വഴിപാടുകൾ നടത്തുക, ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. ഇതൊക്കെയാണ് പൊതുവിൽ തുലാം രാശിക്കാർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തുലാം രാശിക്കാർ ധനം ധാരാളമായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി അഷ്ടകം നിത്യേന ശീലമാക്കണം. ധനം വന്ന് ചേർന്ന് കൊള്ളും. ഈ വർഷം പൊതുവിൽ ഒരു മിശ്ര ഫലമാണ് തുലാം രാശിക്കാർക്ക് എന്ന് ഉള്ളത് കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കുന്നു. വിശാഖത്തിന്റെ അവസാന പാദം അനിഴം കേട്ടാ ചേരുന്ന വൃശ്ചികൻ രാശി. വൃശ്ചികക്കൂറുകാർക്ക് ഈ വർഷം ഒരു മിശ്ര ഫലമാണ് ഉള്ളത്.
വൃശ്ചികക്കൂറുകാർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് ഒരു കുറവുണ്ടാവാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ്. കാരണം 7.5 ശനിയുടെ കെടുതിയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് സ്വസ്ഥമാവാനുള്ള യോഗം ഉണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഈശ്വരപ്രീതി നന്നായിട്ട് വരുത്തിയാൽ ഭാഗ്യം നന്നായിട്ട് വന്നു ചേരും. കാരണം വ്യാഴം 11 സഞ്ചരിക്കുന്ന ഒരു കാലവും കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവും. കുറേ കാലങ്ങളായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 7.5 ശനിയുടെ പ്രശ്നങ്ങളും 10ലെ കണ്ടകനുള്ള സമയത്ത് ജോലി പോകാനും ഒക്കെയുള്ള സാധ്യതകളും ജോലി പോയിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇതിൻ്റെ ആദ്യ ചിങ്ങമാസം വരെയുള്ള സമയം. ചിങ്ങമാസം വരെയുള്ള സമയത്ത് നന്നായിട്ട് കഷ്ടപ്പെടുക, നന്നായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് ഈശ്വരീയമായ വിഷയങ്ങളിൽ ഇടപെടുക. കാരണം ഈ വർഷം വൃശ്ചികക്കൂറുകാർക്ക് പൊതുവിൽ നന്നായിട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വൻ വിജയങ്ങൾ കൊയ്യാൻ പറ്റൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിങ്ങമാസത്തിന് ശേഷം വ്യാഴപ്പകർച്ച 12ലേക്ക് മാറും. അപ്പോഴത്തേക്ക് 2ലെ ശനിയും ഒക്കെ കൂടെ ആയിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടവും ഒരു ഭാഗ്യക്കുറവും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം ജാതകം കൂടി അനുകൂലമല്ലാത്തൊരു കാലമാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പീഡിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ പറയുന്നത്. ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് പീഡിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ദോഷങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ചെയ്യുക. രോഗത്തെ മനസ്സിലാക്കിയാൽ ചികിത്സിക്കുക എന്നുള്ളത് പോലെ തന്നെ ദോഷങ്ങളെ മനസ്സിലാക്കിയാൽ അതിനുള്ള പരിഹാരം ചെയ്യുക. ഏറ്റവും ഉത്തമമായ ഒരു കാര്യം എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിക്കാർ ഭഗവതി പ്രീതി നന്നായിട്ട് വരുത്തുക, ഭഗവതിയെ നന്നായിട്ട് ആശ്രയിക്കുക. നാരായണീ സ്തുതിയോ ലളിതാ സഹസ്രനാമമോ സപ്തശ്ലോകി തുടങ്ങിയ കീർത്തനങ്ങൾ, നാമങ്ങൾ നന്നായി ജപിക്കുക. അതോടൊപ്പം തന്നെ വിഷ്ണു പ്രീതി നന്നായിട്ട് വരുത്തുക, വിഷ്ണു ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും പോയി തൊഴുക, വിഷ്ണു സഹസ്രനാമ ജപം, ഭഗവാന്റെ അടുത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഭഗവാനെ ശക്തിക്കൊത്ത വഴിപാടുകൾ നടത്തുക. അതോടൊപ്പം തന്നെ ശനീശ്വര പ്രീതി വരുത്തുക. സാമ്പത്തികപരമായിട്ട് കുറേ കടങ്ങളും കടത്തിൻ്റെ ദുരിതങ്ങളോ അല്ലെങ്കിൽ കട ഉണ്ടാവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ സമ്പത്ത് എവിടെങ്കിലും പോയിട്ട് ബ്ലോക്കായിട്ടിരിക്കുന്നവർക്ക് ഒക്കെ സാമ്പത്തികമായിട്ടുള്ള ഒരു മേൽക്കയറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശനീശ്വര പ്രീതി വരുത്തുക. ശനി ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയെ നന്നായിട്ട് ആശ്രയിക്കുക. കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഒരു മന്ദതയും ഒരു താല്പര്യക്കുറവും ഒരു ഉന്മേഷമില്ലായ്മയും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരും വൃശ്ചികരാശിക്കാർ ഈ വർഷം കുറച്ച് വ്രതമൊക്കെ എടുത്ത് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ വർഷം ഫലം അനുകൂലമായിട്ട് അവർക്ക് വരത്തുള്ളൂ. അതുപോലെ തന്നെ വൃശ്ചികരാശിക്കാർക്കുള്ളൊരു പൊതു കുഴപ്പമാണ്, അവർ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ അനർത്ഥത്തിലേക്ക് എത്തിപ്പെടും. അത് പിന്നീട് വളരെ ശക്തമായിട്ടുള്ള മാനസിക വിഷമത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രാവശ്യം, ഈ ഒരു വർഷം വളരെ ശക്തമായിട്ട് ഈശ്വരോപാസന ചെയ്യണം. ഈശ്വരോപാസന ചെയ്താൽ ജീവിതത്തിൽ ഒരു ശക്തമായ ടേണിംഗ് പോയിന്റിനുള്ള ഒരു വർഷവും കൂടി ആവാൻ ഉള്ള സാധ്യത ഉണ്ട് ഈ വർഷം വൃശ്ചികരാശിക്കാർക്ക്. അതുകൊണ്ട് അത് നന്നായിട്ട് ഈശ്വരോപാസന ചെയ്ത് നന്നായിട്ട് ഭഗവാനെ ആശ്രയിച്ചു പോവുക. വൃശ്ചികരാശിക്കാര് പൊതുവില് സുബ്രഹ്മണ്യോപാസനയും ഭഗവാന്റെ കീർത്തനങ്ങളോ മറ്റ് അഷ്ടോത്തര ശതനാമോ ഒക്കെ നിത്യേന ജപിക്കുന്നത് വളരെ നല്ലതാണ് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക്. അതുപോലെ തന്നെ ഭഗവതിയെ ആശ്രയിക്കുന്നതും വളരെ നല്ലതാണ്. ഭഗവതിയുടെ ലളിതാ സഹസ്രനാമം, നാരായണീ സ്തുതി, സപ്തശ്ലോകി തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ ജപിച്ച് ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവേണ്ടതാണ്. ആയാൽ ഈ വർഷം വളരെ ശക്തമായ ഒരു മാറ്റത്തിലേക്ക് വരാം. ജീവിതത്തിൽ ശക്തമായ ടേണിംഗ് പോയിന്റ് ഉണ്ടാവാനുള്ള സാധ്യത വൃശ്ചികരാശിക്കാർക്ക് ഈ വർഷമുണ്ട്. അതുകൊണ്ട് ഈ ഉപാസനകളെല്ലാം ചെയ്ത് ജീവിതത്തിൽ നന്നായിട്ട് പ്രയത്നിച്ച് ജീവിതത്തെ വിജയമുണ്ടാക്കിയെടുക്കുക. വിശാഖത്തിന്റെ അവസാന പാദ അനിഴം കേട്ടയിലുള്ള എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മൂലം, പൂരാടം, ഉത്തിരാടത്തിന്റെ 1-ാം പാദം ചേരുന്ന ധനുരാശി.
ധനുരാശിക്കാർക്ക് ഈ വർഷത്തിന്റെ രണ്ടാം ഭാഗമാണ് വളരെ നല്ലത്. പ്രത്യേകിച്ച് ചിങ്ങമാസത്തിന് ശേഷം വളരെ നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. സർവലാഭം, എല്ലാ വിഷയത്തിലും ഒരു ലാഭം, കുടുംബത്തിൽ നിന്നാണെങ്കിലും സുഹൃത്തുക്കളിൽ ഇടയിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരു നല്ല ലാഭം ഉണ്ടാവാനുള്ള ഒരു സാധ്യത. ധനാഗമം, ഉദ്യോഗലബ്ധി, വിദേശ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര, തീർത്ഥാടനങ്ങളിലേക്ക് പോവുക, അതുപോലെ തന്നെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാവാനുള്ള ഒരു യോഗം ചിങ്ങമാസത്തിന് ശേഷം ഉണ്ടാവുന്നതാണ്. പൊതുവിൽ ജന്മശനിയുടെ ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഡിലേ ആദ്യ പകുതിയിൽ ഉണ്ടാവും. ചിങ്ങമാസം വരെയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അയ്യപ്പസ്വാമിയെ നന്നായിട്ട് ആശ്രയിക്കുക, ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക, ഹനുമാൻ ചാലീസ ജപിക്കുക, ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുമെങ്കിൽ പോയി തൊഴുക. അതോടൊപ്പം തന്നെ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിലും പോയി തൊഴുത് ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. ഇപ്പോൾ 10 വ്യാഴം നിൽക്കുന്ന കൊണ്ട് ചിങ്ങമാസം വരെയുള്ള സമയത്ത് ജോലിയിലൊക്കെ കുറച്ച് അസ്വസ്ഥതകൾ, കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എടുക്കുന്ന കർമ്മങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും അതിനകത്ത് ഭയങ്കര പ്രഷറും ഭയങ്കര സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുടങ്ങി വെച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. പലതും ഡിലേ ആയിട്ടും ഒക്കെ അങ്ങ് പോവുക, അങ്ങോട്ട് ഒന്നും നടക്കാത്തൊരു, എന്ത് ചെയ്തിട്ടും ഒന്നിനും ഒരു തൃപ്തി വരാത്ത ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ഉണ്ടാവും, ചിങ്ങമാസം വരെ. അതിനുശേഷം അതും മാറും. അതിന് ഏറ്റവും ഉത്തമമായ മാർഗം വ്യാഴത്തിൻ്റെ പ്രീതി വരുത്തുക എന്നുള്ളതാണ്. വ്യാഴപ്രീതി വരുത്താൻ ഏറ്റവും നല്ലത് വിഷ്ണു ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. വിഷ്ണു സഹസ്രനാമ ജപം, ഭഗവാന് പാൽപ്പായസം, നെയ്വിളക്ക്, തുളസിമാല എന്നിവ വാങ്ങിക്കൊടുത്ത് നന്നായി പ്രാർത്ഥിച്ച് കുറഞ്ഞതൊരു 4 വലത്തെങ്കിലും ഇട്ട് തൊഴുത് ഭഗവാന്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുക. ഇന്നും അമ്പലത്തിൽ പോകാൻ പറ്റാതെ ദൂരദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പറ്റുന്ന സമയങ്ങളിൽ അറ്റ്ലീസ്റ്റ് വ്യാഴാഴ്ചയെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ബാക്കിയുള്ള ദിവസം വിഷ്ണു ഭഗവാന്റെ അഷ്ടോത്തര ശതകമോ ഒക്കെ ജപിക്കുക. അതുപോലെ തന്നെ ധനുരാശിയുടെ 9ാം ഭാവ ആയിട്ടുള്ള ചിങ്ങത്തിൻ്റെ അധിപനായിട്ടുള്ള രവിയുടെ പ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. വില്വാഷ്ടകം ജപിച്ച് കൂവളത്തില കൊണ്ട് അർച്ചിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഭഗവാന് ധാര, കദളിപ്പഴ നിവേദ്യമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. ധനുരാശിയിൽപ്പെട്ട എല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹത്താൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. ഉത്രാടത്തിന്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യത്തെ 2 പാദം ചേരുന്ന മകരക്കൂർ. മകരക്കൂറുകാർക്ക് ഈ വർഷത്തിന്റെ ആദ്യ ഭാഗം വളരെ നല്ലതാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഈ ഒരു 2 മാസം കൊണ്ട് പൊതുവിൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കുംഭം, മീനം മാസമായിട്ട് കുറച്ച് അവർക്ക് ഗുണങ്ങളുണ്ടാവും. ഇല്ലാത്തവർക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചിങ്ങമാസത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സമുള്ളതിനൊക്കെ ഒരു അഭിവൃദ്ധി ഉണ്ടാവും. പൊതുവിൽ ഫസ്റ്റ് ഹാഫ് ചിങ്ങമാസം വരെ വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ശ്രമിച്ചാൽ അത് നടക്കും. എല്ലാവരുടെയും ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം അതിന് ശ്രമിക്കാൻ, അത് നടക്കും. അതുപോലെ തന്നെ ജോലി ഒക്കെ അന്വേഷിച്ചിട്ട് കുറച്ച് കാലമായിട്ട് ജോലിക്കൊക്കെ ശ്രമിച്ചിട്ടൊന്നും നമുക്ക് നടക്കുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ചിങ്ങമാസത്തിനുള്ളിൽ തന്നെ ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റിൽ ആവാനുള്ള ഭാഗ്യം ഉണ്ട്. പൊതുവിൽ ഈ രാശിക്കാർക്ക് ശാസ്താവിൻ്റെ പ്രീതി അനിവാര്യമാണ്. അതുകൊണ്ട് ശാസ്ത്രപ്രീതി വരുത്തുക. പിന്നെ വടക്കോട്ട് കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വേട്ടയ്ക്കൊരു മകൻ തുടങ്ങിയിട്ടുള്ള ദേവതകളെ, കിരാതമൂർത്തി, വേട്ടയ്ക്കൊരു മകൻ തുടങ്ങിയിട്ടുള്ള ദേവതകളെ ആശ്രയിക്കുക. ഭഗവാന് അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശ്രീപരമേശ്വരനെ നന്നായിട്ട് ആശ്രയിക്കുക. ഒക്കെ നന്നായി വരും. ഈ വർഷം വളരെ കുഴപ്പമില്ലാതെ പോകേണ്ട ഒരു വർഷമാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. നമസ്കാരം. അവിട്ടത്തിൻ്റെ അര,
ചതയം പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങളിൽ ചേരുന്ന കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് പൊതുവെ ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ചിങ്ങമാസത്തിന് ശേഷം ആദ്യ പകുതിയിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യുക. അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നമ്മൾ അറിയാതെ തന്നെ ചില അബദ്ധങ്ങളിലൊക്കെ പോയി ചാടാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. വ്യാഴം അഷ്ടമത്തിലും ശനി 11ലുമാണ്. ശനി കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ജോലിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കർമ്മമേഖലകളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു ക്രൈസിസും ഒക്കെ ഒന്ന് മാറി മുന്നോട്ട് നല്ല രീതിയിൽ വരാനുള്ള ഒരു വർഷമാണിത്. എങ്കിൽ തന്നെയും ചിങ്ങമാസം വരെയൊക്കെ ഏത് കാര്യത്തിനും എല്ലാം നടക്കും. പക്ഷെ നമ്മളൊന്ന് വളരെ ശക്തമായിട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ ഓടിയാൽ നടക്കേണ്ടതാണെങ്കിൽ ചിലപ്പോൾ 100 കിലോമീറ്റർ ഓടിയാൽ മാത്രമേ അത് ശരിക്കും നടക്കൂ. അപ്പോൾ അത്ര ഒരു എഫേർട്ട് വേണ്ടി വരും ചിങ്ങമാസം വരെ ഏതൊരു കാര്യത്തിനും. അപ്പം വ്യാഴം അനുകൂലമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ വ്യാഴം അനുകൂലമാക്കിയെടുക്കുക, ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ഭഗവാനെ ആശ്രയിക്കുക, ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവർ, അവരുടെയൊക്കെ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കും. പക്ഷേ 11ൽ ശനിയും അഷ്ടമത്തിലെ വ്യാഴവും കൂടി ആയതുകൊണ്ട് സർവ്വലാഭം വന്നു ചേരാൻ ഒരു ഇച്ചിരി താമസം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല മടിയും ഒരു മടുപ്പും ഒരലച്ചിലും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് പരിഹാരമായിട്ട് ശ്രീപരമേശ്വരനെ വില്വാഷ്ടകം ജപിച്ച് അർച്ചന കഴിപ്പിക്കുക, കൂവളമാലയൊക്കെ മേടിച്ച് സമർപ്പിക്കുക. കുംഭകൂറുകാർക്ക് പൊതുവിൽ തടസ്സത്തിൻ്റെ ഒരു കാലമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ചിങ്ങമാസം വരെ തടസ്സമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ ആശ്രയിക്കുക. അതുപോലെ ഭഗവതിയെ നന്നായിട്ട് ആശ്രയിക്കുക. എല്ലാ തടസ്സങ്ങളും മാറി ഒരു നല്ലൊരു നിലയിലേക്ക് ഈ വർഷത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് ചിങ്ങമാസത്തിന് ശേഷം ഇഷ്ടപ്പെട്ടവർക്കൊക്കെ വളരെ നല്ല ഉയർച്ചയും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. പിന്നെ 9ലേക്ക് ഉള്ള വ്യാഴപ്പകർച്ച ഭാഗ്യവും ഉണ്ടാവും. അതുപോലെ തന്നെ ഉയർന്ന വിദ്യകളൊക്കെ, ഈശ്വരോപാസന ആയിട്ടുള്ള വിദ്യകളൊക്കെ പഠിക്കാൻ ഉത്തമനായിട്ടുള്ള ഗുരു വന്നു ചേരും. അപ്പം അതിനൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതിനൊക്കെ നന്നായിട്ട് ആഗ്രഹിക്കുക, ഒക്കെ നന്നായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമുക്കൊരു വിഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനും പറ്റുന്ന ഒരു വർഷമാണിത്. അതുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, എല്ലാവരും ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പൂരുരുട്ടാതി 4-ാം പാദം, ഉത്തിരട്ടാതി രേവതി ചേരുന്ന മീനക്കൂർ. മീനക്കൂറുകാർക്ക് ഈ വർഷം നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ചിങ്ങം കന്നി വരെയുള്ള ആദ്യ പകുതിയിൽ ദൈവാനുഗ്രഹം നന്നായിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടായ്മയോടുകൂടി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കും. വിവാഹം ഒക്കെ നടക്കാൻ നല്ല സമയമാണ്. ജാതകവും കൂടി അനുകൂലമാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിനൊക്കെ ശ്രമിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും അവിടെ ജോലി ചെയ്യാനും ഒക്കെയുള്ളൊരു ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ സമ്പത്ത് നന്നായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സമ്പത്തും സ്വർണവും ഒക്കെ കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവാനുള്ളൊരു മഹാഭാഗ്യവും ഈ വർഷം ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രമിക്കുക, കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ നന്നായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാശിയാധിപനായിട്ടുള്ള വ്യാഴം 7ൽ നിൽക്കുന്ന ഒരു കാലഘട്ടവും കൂടി ആയതുകൊണ്ട് ചിങ്ങമാസം വരെയൊക്കെ വളരെ നല്ല കാലമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. പുതിയ ഹയർ സ്റ്റഡീസിനൊക്കെ, ഇപ്പോൾ എബ്രോഡിലൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ശ്രമിക്കുക, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ ജോലിയിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം 10ലെ കണ്ടകൻ തുടങ്ങി, കണ്ടകശനി 10ാം ഭാവത്തിൻ്റെ കണ്ടകശനി കാരണം കുറച്ച് നല്ല അലച്ചിൽ
നന്നായിട്ട് അലയേണ്ടി വരും. ജോലിയിലൊക്കെ ഒരുപാട് അലയേണ്ടി വരും. ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് അലയേണ്ട ഒരു കാലഘട്ടം വരും. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക. ജോലി പോവാതിരിക്കാനും അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഒരു ക്രൈസിസ് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. വിഷ്ണു ഭഗവാനെ നന്നായിട്ട് ആശ്രയിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുക. വിഷ്ണു സഹസ്രനാമ ജപം വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നും നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ വിഷ്ണു സഹസ്രനാമ ജപം വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ കണ്ടകശനിക്ക് പരിഹാരമായിട്ട് ഹനുമാൻ ചാലിസ ജപിക്കുക. അതുപോലെ ശാസ്താവിനെ ആശ്രയിക്കുക. ശിവന്, ശ്രീപരമേശ്വരന് ഭാഗ്യസൂക്താർച്ചന, സംവാദ സൂക്താർച്ചന എന്നിവ നടത്തുക. അതേപോലെ തന്നെ കൂവളത്തിൻ്റെ മാല വാങ്ങിച്ച് ഭഗവാന് സമർപ്പിച്ച് ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങളെല്ലാം മാറും. മുന്നോട്ടൊരു നല്ല ഭാവി മീനക്കൂറുകാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക കാര്യവും കൂടി മീനക്കൂറുകാർ ഈ വർഷം ശ്രദ്ധിക്കണം. വിവാഹമൊക്കെ ആലോചിച്ച് നടത്താനുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നടത്താനുള്ള ഒരു ശ്രമം നടത്തുക. അപ്പം ഒരു ചിങ്ങമാസത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നടന്നോളും. അപ്പോൾ എല്ലാവരും ഈശ്വരനെ ആശ്രയിക്കുക. നല്ല ഐശ്വര്യമുള്ള ഒരു വർഷമായിട്ട് ഈ വർഷം മീനക്കൂറുകാർക്ക് ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനായ നാരായണസ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഈ വർഷത്തെ 2017 വിഷുവിൻ്റെ 12 രാശിക്കാരുടെ ഫലസൂചനയാണ് പറഞ്ഞത്. ഇതൊരു സൂചന മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രത്തിന് 27 നക്ഷത്രത്തിന് തന്നെ ഓരോ നക്ഷത്രത്തിന് 4 കാല് വെച്ചാണ്. ഒരു നക്ഷത്രത്തിൽ തന്നെ 4 കാലിലും ജനിച്ചവരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഫലങ്ങൾ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും. 12 രാശിയിൽ തന്നെ 27 നക്ഷത്രങ്ങളിലായി 108 വിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെ വരും. പിന്നെ അവരുടെ ജാതകവും ഒക്കെ ആയിട്ട് ചേർത്ത് വളരെ വിശാലമായിട്ടുള്ള ചിന്തയിലൂടെ തന്നെയാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്, പെർഫെക്റ്റ് ആയിട്ടുള്ള റെമഡിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഇതൊരു സൂചന മാത്രമാണ്. എങ്കിൽ തന്നെയും നിങ്ങൾ ഇതിൽ പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ തന്നെ ജീവിതത്തിൽ ഒരു 60% മേളിൽ അതിശക്തമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമാണ്, എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ഈശ്വരപ്രീതി വരുത്തുക, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, പഞ്ചമഹായജ്ഞങ്ങളൊക്കെ അവരവരുടെ കഴിവിനനുസരിച്ച് ആചരിക്കുക, അവരവർ ഉപാസനാമൂർത്തിയുമായിട്ട് നന്നായിട്ട് അടുത്ത് പോവുക. മാറ്റം വരും. എല്ലാവർക്കും ഈ വർഷം സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും കുടുംബത്തിനും എല്ലാവർക്കും നന്മകൾ മാത്രം ചിന്തിക്കാൻ തോന്നട്ടെ, എല്ലാവർക്കും നന്മകൾ മാത്രം പ്രവർത്തിക്കാൻ തോന്നട്ടെ. ഈ ലോകം സന്തോഷവും സമാധാനവുമായിരിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നാദ ബ്രഹ്മമയ